കാര്യമില്ല. ഐസക് എന്ന വ്യക്തി 33 വയസ്സ് വരെ ഈ നമ്മളോടൊപ്പം ജീവിച്ചു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, നാടിനും നാട്ടുകാർക്കും എവിടെയും മനുഷ്യന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇവിടെ ഈ തലവൂർ പഞ്ചായത്തിൽ ഈ കുരായിൽ നമ്മളോടൊപ്പം നമ്മുടെ ഒരു സഹോദരനായിട്ട് ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. ഒരു അപകടം എന്ന് പറയുന്നത് എത്ര പേരെയാണ് അനാഥമാക്കുന്നത്. അതുകൊണ്ടാണ് KSRTക്കാരോടും പറയുന്നത് അവരിപ്പോൾ അപകടം കുറച്ചിട്ടുണ്ട്, ഒരു പരിധി വരെ അവർ അപകടം കുറച്ചിട്ടുണ്ട്. ഈ മദ്യപാനം വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഈ അമിത വേഗതയാണ്. ബൈക്കുകളുടെയൊക്കെ അമിത വേഗതയിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്? പിന്നെ അശ്രദ്ധമായ വണ്ടി ഓടിക്കലാണ് പലപ്പോഴും. നമ്മളിപ്പോൾ പല ദൃശ്യങ്ങളും നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. അതിലെല്ലാം കാണുന്നത് അശ്രദ്ധമായ വണ്ടി ഓടിക്കലാണ് അപകടത്തിൻ്റെ ഒരു 80%. ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് അവിചാരിതമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്നാണ് നമ്മൾ ആക്സിഡന്റ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ മറിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ പല ആക്സിഡന്റ് നടക്കുമ്പോഴത്തേക്കും സമീപ കടകളിലൊക്കെ ഉള്ള ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയും ഒരു അശ്രദ്ധയും ഒക്കെയാണ് ശരിക്കും അപകടങ്ങളുടെ കാരണമായിട്ടാണ്. നമ്മളെല്ലാ അപകടങ്ങളും ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമ്മൾ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 3 പേര് മരിച്ചു. അത് അശ്രദ്ധമായി ഉറങ്ങാൻ സമയമാകുമ്പോൾ ഉറങ്ങാതെ വണ്ടി ഓടിക്കുകയാണ്. കാരണം പലപ്പോഴും അപകടം സംഭവിക്കുന്നത് ദൂരയാത്ര കഴിഞ്ഞ് വീടിനോടടുത്തെത്തുമ്പോഴാണ്. നമ്മൾ കോന്നിയിൽ സംഭവിച്ചത് അത് തന്നെയായിരുന്നു. വീടിനോടടുത്തെത്തുമ്പോഴാണ് ഒരു കുടുംബത്തിലെ 4 പേര് ഒരുമിച്ച് മരിച്ചത്. അതുപോലെയാണ് ഈ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച്. അപ്പം അശ്രദ്ധമായി ഉറങ്ങുന്ന ഉറക്കം വരുന്ന സമയത്ത് വണ്ടി ഓടിക്കുക. പല അപകടങ്ങളും ആക്സിഡൻ്റ് അല്ല, പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നതും വരുത്തി തീർക്കുന്നതുമായ അപകടമാണ്. ഇപ്പോൾ ഐസക്കിൻ്റെ അപകടം തന്നെ അശ്രദ്ധമായ വണ്ടി ഓടിപ്പാണ്. അമിത വേഗതയിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു എന്ന് കാണാതെയുള്ള ഒരു അശ്രദ്ധമായ വണ്ടി ഓടിപ്പാണ്. കാരണം എനിക്കും റോഡിൽ ഈ നടക്കുന്ന ആളിനും റോഡിൽ സൈക്കിളിൽ പോകുന്ന ആളിനും വാഹനം ഓടിക്കുന്ന ആളിനും ഒരേ അവകാശം. എല്ലാ രാജ്യങ്ങളിലും റോഡുകളിൽ ഈ സൂപ്പർ ബൈക്കുകളുടെ ഈ വേഗത നമ്മളത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? എല്ലായിടത്തും ഈ ഡ്യൂക്ക് എന്ന ബൈക്ക് ഉണ്ടാക്കുന്നതിനെ മരിക്കാൻ വേണ്ടിയാണല്ലോ. യാത്രക്കാരൻ ഒന്നീ ഓടിക്കുന്ന ആൾ മരിക്കും, അല്ലെങ്കിൽ ഇത് ഡ്യൂക്ക് എടുത്ത ഒരുവിധം ആൾക്കാരെല്ലാം മരിക്കും. അല്ല, അവരെ ഇഷ്ടത്തിന് സ്പീഡിൽ ഓടിക്കില്ല. ഇതിനപ്പം സ്പീഡ് ബ്രേക്കറൊന്നും വെച്ചിട്ട് കാര്യമില്ല. ബസ്സിനും ലോറിക്കും ഒക്കെ സ്പീഡ് ബ്രേക്ക് വെച്ചിട്ടുണ്ട്, ബൈക്കിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഈ ബൈക്ക് അമിതമായ വേഗത്തിൽ ഓടിക്കുകയാണ്. കാരണം ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒരു പാഠവും എല്ലാ രാജ്യത്തിലും പഠിക്കുന്നത്, നടന്നു പോകുന്നവരെയും സൈക്കിളിൽ പോകുന്നവരെയും ശ്രദ്ധിച്ചതിന് ശേഷം, അവർക്ക് വഴി കൊടുത്തതിന് ശേഷം അത് വണ്ടി ഓടിക്കാവുന്നതാണ് എല്ലാ രാജ്യത്തും പഠിപ്പിക്കുന്നത്. ഇവിടെ ഇതൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. ആരാണ് നടന്നു പോകുന്നവരെ മൈൻഡ് ചെയ്യുന്നത്? നടന്നു പോകുന്നവരെ പറ്റി, റോഡ് ക്രോസ് ചെയ്യുന്നതിനെ പറ്റി, നടന്നു പോകുന്നവരെ പറ്റി യാതൊരു ധാരണയില്ല. ഞാനും ഈ റോഡിൽ നടന്നുകൊണ്ട് പത്തനാപുരത്ത് റോഡിലൂടെ രാവിലെ ഒരു മോർണിംഗ് വാക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. ഞാനങ്ങ് നിർത്തിയതാണ്. കാരണം വെച്ചാൽ ആരാണ് കൊണ്ട് കയറ്റിയിട്ട് പോകുന്നതെന്ന് അറിയാൻ. കാരണം ഒരു മര്യാദയില്ലാത്ത ഓടിപ്പാണ്. നടന്നു പോകുന്നവരെ കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പൊ അതൊക്കെ മാറണം. കാരണം അത് ഈ ഡ്യൂക്കിന്റെ ബൈക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന രക്ഷകർത്താക്കൾ ആലോചിക്കുന്നതറിയാം. 200 വണ്ടി ഇറങ്ങിയാൽ അതിൽ 150 പേര് മരിച്ചു എന്ന് കണക്കൂട്ടിക്കൊള്ളണം. നമ്മുടെ ഒരു കണക്ക് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു രൂപക്കണക്കാണ്. ഇത് നമ്മൾ ഓരോന്ന് കണ്ടാലോ, ഇതുപോലുള്ള ബൈക്ക് എടുത്തുകൊണ്ട് ചെറുപ്പക്കാരങ്ങ് ഇറങ്ങിയാണ്. നമുക്ക് ഈ പോകുന്ന വേഗതയെക്കുറിച്ച് അവർക്ക് ധാരണ ഇല്ലയോ എന്തോ, അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ക്യാമറയിൽ പെടുകയോ പോലീസിന്റെയോ മോട്ടോർ വെഹിക്കിളുകാരുടെ ശ്രദ്ധയിൽ വരികയോ ചെയ്താൽ അപ്പം തന്നെ നടപടിയാണ്. പക്ഷെ അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് അയച്ചു തന്നാലും നമ്മൾ നടപടി എടുക്കാം. പക്ഷെ അല്ലാതെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആളെ നിർത്തി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ജനങ്ങൾക്കിപ്പം പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാം. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സൗകര്യം പോലെ അയച്ചു തന്നാൽ മതി. നമ്പർ കാണത്തക്ക രീതിയിൽ ഷൂട്ട് ചെയ്യുക, സൗകര്യം പോലെ അയച്ചു തരിക. നല്ല രീതിയിലുള്ള നടപടി എടുക്കും. നല്ല ഫൈനും നല്ല നടപടിയും ലൈസൻസ് റദ്ദാക്കുന്നുള്ള നടപടിയൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കേസും വെറുതെ വിടുന്നില്ല. പക്ഷെ അത് ഇപ്പൊ പുതിയൊരു ആപ്പ് വന്നിട്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. നേരത്തെ അതിനകത്ത് ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഇപ്പൊ പുതിയ ആപ്പ് വന്നിട്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. പബ്ലിക്കിന് വേണ്ടിയുള്ളതാണ്. ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു മയമില്ലാത്ത നടപടിയാണ്. അതെ, നടപടി കൂടി മാത്രമേ ഇത് അവസാനിപ്പിക്കാക്കൂ. നല്ല ഫൈനും ഈ അപകട നടപടി ഉണ്ടാവും സാറേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനകത്ത് ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും. കാരണം ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ പാടാണ്. അത് നമുക്ക് ഇന്ത്യയിൽ എവിടെയും ലൈസൻസ് കിട്ടാത്തതിലാക്കാൻ വകുപ്പുണ്ട്. ആരും ചെയ്യാറില്ല. ചെയ്തവരൊക്കെ പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് എത്ര പേരെയാണ് അനാഥമാക്കുന്നത്. അതുകൊണ്ടാണ് KSRTക്കാരോടും പറയുന്നത് അവരിപ്പോൾ അപകടം കുറച്ചിട്ടുണ്ട്, ഒരു പരിധി വരെ അവർ അപകടം കുറച്ചിട്ടുണ്ട്. ഈ മദ്യപിച്ചുള്ള വണ്ടി. ഐസക്കിന്റെ അവയവദാനത്തെ കുറിച്ചാണോ? ഐസക്കിന്റെ അവയവദാനം എന്ന് പറയുന്നത് വലിയൊരു
അത്ഭുതകരമായ സംഭവമാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ അവയവം ദാനം ചെയ്യണമെന്ന് പറയുകയും ആ ചെറുപ്പക്കാരൻ്റെ വേർപാടിന് ശേഷം ഒരു അകാലത്തിലുള്ള നിര്യാണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബം ആ മകൻ്റെ ആഗ്രഹം, ആ ഭർത്താവിൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തുകൊണ്ട് 7 ജീവനാണ് രക്ഷിച്ചത്. ചെറിയ കാര്യമല്ല. 7 ജീവന്റെ ജീവിതത്തിലേക്ക് 7 പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുമ്പോൾ ഈ ഒരൊറ്റ വ്യക്തി മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് നഷ്ടമുണ്ടായി. അദ്ദേഹത്തിന് അമ്മയ്ക്ക് നഷ്ടമായി, ഭാര്യയ്ക്ക് നഷ്ടമായി, കുഞ്ഞിന് നഷ്ടമായി, അച്ഛന് നഷ്ടമായി, ഇതെല്ലാം അവർക്ക് സഹോദരങ്ങൾക്ക് നഷ്ടമായി. അത് ആ നഷ്ടമെല്ലാം സംഭവിക്കുമ്പോഴും മറുവശത്ത് 7 കുടുംബങ്ങളെ ഐസക് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. എത്ര പേരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ദുഃഖം ഈ വീട്ടിൽ തളം കെട്ടി നിൽക്കുമ്പോഴും 7 വീടുകളിൽ അവരുടെ സ്വപ്നത്തിന്, അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന ഒരു മഹത്തായ സംഭാവനയാണ് ചെയ്തത്. അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. ഐസക്കിന്റെ കുടുംബത്തിന് മാത്രമല്ല, ഐസക് എന്ന വ്യക്തി 33 വയസ്സ് വരെ ഈ നമ്മളൊപ്പം ജീവിച്ചു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, നാടിനും നാട്ടുകാർക്കും എവിടെയും മനുഷ്യന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇവിടെ ഈ തലവൂർ പഞ്ചായത്തിൽ ഈ കുരായിൽ നമ്മളോടൊപ്പം നമ്മുടെ ഒരു സഹോദരനായിട്ട് ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഞാനിവിടെ അനുശോചനത്തിൽ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, പല ആളുകളോടും ഇതുപോലെ അവയവം ദാനം ചെയ്തു. പലരും എനിക്കറിയാവുന്ന ചില ജനപ്രതിനിധികൾ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പലയിടത്തും പോയി സംസാരിച്ചിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ചു, ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്യാം എന്ന് പറയുമ്പോൾ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന മക്കൾ പോലും അത് വേണ്ട എന്ന് പറയുന്ന കാഴ്ച, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. ദിവസങ്ങൾക്ക് ശേഷം അവർ മരിക്കുന്നു, അവരെ അടക്കം ചെയ്യുന്നു എന്നുള്ള ഒരു അതിലൊക്കെ ഉപരിയായിട്ട് ഇതൊരു വലിയ ദാനം, ഒരു മഹാദാനം ചെയ്ത ഐസക്കിനെയും ഐസക്കിന്റെ കുടുംബാംഗങ്ങളെയും അവരുടെ മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുക. മാതൃകയാണ്. ഇത് മറ്റുള്ളവർ കൂടി അത് ജീവിതത്തിൽ ഓർത്തു വയ്ക്കുക എന്നേ പറയാം.